നമസ്കാരം. സ്വർണമാണെന്ന് പറഞ്ഞ് മുക്കുമണ്ടം പണയം വെച്ചത് ചോദിച്ചപ്പോൾ മൂന്നാംഗ സംഘം വീട്ടിൽ കയറി യുവാവിനെ ആക്രമിച്ചു. അപ്പം എനിക്കൊരു പണയം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒമ്പത് പണയ 6-7 മാസം മുമ്പ് വെച്ചതായിരുന്നു. അപ്പം അത് സ്വർണ്ണമല്ലായിരുന്നു അതിനകത്തെ ശരിക്കും സംഭവിച്ചത്. അപ്പൊ ഞാൻ അതേപ്പറ്റി ചോദിച്ചപ്പോഴത്തേക്ക് മുക്കുകൊണ്ടമായിരുന്നു അത് മറ്റേ. അപ്പം ഞാൻ അതേപറ്റി ചോദിച്ചപ്പോഴത്തേക്ക് പെട്ടെന്ന് പോയിട്ട് ഇവന്റെ അനിയനെ അവന്റെ മോനെ കൊണ്ട് വിളിച്ചു തന്നിട്ട് എന്നെ വീട് കയറി ആക്രമിക്കുക. രാത്രിയായിരുന്നോ സംഭവം നടന്നത്? ഇല്ല, ഒരു 3:30-4 മണി ഉച്ച കഴിഞ്ഞു. അപ്പൊ അവനത് സ്വർണം പണയം വെച്ച് ഇപ്പൊ എനിക്ക് സ്വർണം നോക്കാനുള്ള ഒരു ഫെസിലിറ്റി ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ ഞാനത് ഇങ്ങനെ ചോദിച്ചു, ഇങ്ങനെ മുക്കുകൊണ്ടാണല്ലോ സ്വർണം എടുക്കണമെന്ന് പറഞ്ഞതിന്. അപ്പൊ അവനത് വെച്ചിട്ട് പെട്ടെന്ന് പോയി ഇവര് അനിയൻ വന്ന് തന്നെ ഹെൽമെറ്റിനടിച്ച് അവന്റെ മകൻ ഇതിന് കമ്പ്യൂട്ടറിന്റെ പേപ്പർ സ്പ്രേ ഉണ്ടായിരുന്നു. അവര് പേപ്പർ സ്പ്രേ എന്റെ മുഖത്ത് സ്പ്രേ ചെയ്ത് കണ്ണി വീണില്ല, പക്ഷെ അടിച്ചു. എന്റെ തോളിനില്ല, മറയൊക്കെ എടുത്തിട്ട് വന്നു. മൂക്കിന് പൊട്ടലുണ്ട്. ഇത് എവിടെയാണ് ഈ സ്ഥലം വരുന്നത്? ഇത് ചിങ്ങവനം, ആയിപ്പോലെ. പോലീസിൽ കേസ് കൊടുത്തിട്ടുണ്ടോ? കേസുണ്ട്. കേസ് കൊടുത്തിട്ടുണ്ട്. രാവിലെ അവര് ഇന്നലെ വൈകുന്നേരം കൊണ്ട് മൊഴി കൊടുത്തായിരുന്നു. രാവിലെ അവര് വീണ്ടും വിളിച്ചായിരുന്നു. അപ്പൊ പ്രതികളെല്ലാം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചേട്ടനെ മാത്രമേ ആക്രമിച്ചോളൂ അതേ വീട്ടിലെ മറ്റാരെങ്കിലും? ഇല്ല, വീട്ടിൽ ആരും ഇല്ലായിരുന്നു. പിള്ളേരെ ഉണ്ടായിരുന്നു. പിള്ളേര് സ്കൂളിൽ നിന്ന് വന്ന് ഇറങ്ങി കിട്ടുള്ളായിരുന്നു. എന്നെ മാത്രം ആക്രമിച്ചത്. എന്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, അത് കണ്ടു അവിടെ. ഇപ്പൊ അവൻ പെട്ടെന്ന് വെളിയിലിട്ട് വന്നപ്പോഴത്തേക്ക് അവന്മാര് അടിച്ചിട്ട് ഒരു ബുള്ളറ്റ് ബൈക്കിലാണ് വന്ന് ആക്രമിച്ചത്. ബൈക്ക് കൂടി ഇരിപ്പുണ്ട്. എത്ര പേരുണ്ടായിരുന്നു? 3 പേര്. 3 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? 3 പേരെ അറസ്റ്റ് ചെയ്തു. ചിങ്ങവനത്തിൽ ഇന്നലെ വൈകിട്ട് 3:30യോടെയായിരുന്നു സംഭവം നടന്നത്. മാരകമായ ആയുധങ്ങൾ കൊണ്ടും പെപ്പർ സ്പ്രേ ഉപയോഗിച്ചും പ്രതികൾ ആക്രമിക്കാൻ ശ്രമിച്ചു. പ്രതികളെ 3 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.